ഹലോ സ്റ്റുഡൻസ്, എജ്യൂപ്ലസിൻ്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 22 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ നെയിമിങ് വരുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ നോമൻ ക്ലേച്ചറാണ്. പിന്നെ 2 തിയറീസ് പഠിക്കാനുണ്ട്, വാലൻസ് ബാൻഡ് തിയറി ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപേ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കറിയാലോ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാവും. അതൊരു ഗ്രൂപ്പ് ഓഫ് അയോൺസ് ഓർ മോളിക്യൂൾസോ ആയിട്ട് ബോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു മെറ്റൽ കോംപ്ലക്സ് ഒരു ചാർജ് ബിയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ കോംപ്ലക്സ് അയോൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കോംപ്ലക്സസ് ആർ കോൾഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങൾക്ക് എഴുതി തരാം. ദറ്റ് ഈസ് CR NH3 4Cl2. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കോമ്പൗണ്ട്സ് ആണ് കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഉദാഹരണമാണ് ഇത് വരുന്നത്. ഈ ഒരു ബ്രാക്കറ്റിൽ ഉള്ളിലുള്ളതിനെ കൊണ്ട് തന്നെ ഈ ഒരു എൻ്റയർ സ്ഫിയറിനെ നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇതിനെ കോർഡിനേഷൻ സ്ഫിയർ എന്നാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്രോമിയോ ആയിട്ടാണല്ലോ ഇതിനെ ബോണ്ട് ചെയ്തിരിക്കുന്ന NH3 and Cl2. ദാറ്റ് ഈസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്രോമിയത്തിനെ നമ്മുടെ മെറ്റൽ സെൻട്രൽ മെറ്റൽ അയോണാണ് നമ്മുടെ ക്രോമിയം വരുന്നത്. ഇനിയിപ്പോൾ NH3 Cl2 ദാറ്റ് ഈസ് ലിഗാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ അയോണത്തിനെ ബോണ്ട് ചെയ്തിരിക്കുന്ന മെറ്റൽസിനെയാണ് നമ്മൾ ലിഗാൻസ് എന്ന് പറയുന്നത്. ഇവിടെ ലിഗാൻസ് അതാണ് വരുന്നത്, NH3 and Cl2. ഇനി മൊത്തത്തിൽ ഈ ഒരു ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഉണ്ടാകുന്ന അയോൺസിനെ നമ്മൾ കോംപ്ലക്സ് അയോൺ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് കോംപ്ലക്സ് അയോൺസ് എന്നാണ് പറയുന്നത് കേട്ടോ, കോംപ്ലക്സ് അയോൺസ്. കൂടാതെ വേറൊരു കാര്യം പറയാനുള്ള, ഇവിടെ എന്താണ് NH3 4, ഇവിടെ ഒരു 4 കണ്ടോ നിങ്ങൾ, ഇറ്റ് ഈസ് ദിസ് 1. അപ്പോൾ ഇതിനെ നമ്മൾ കോർഡിനേഷൻ നമ്പർ ആയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതലും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. അത് മുൻപത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചിട്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മളിപ്പം കാണേണ്ടത് കാര്യങ്ങളൊക്കെ. എന്നാലും ഞാൻ ഒന്നും കൂടെ ഇവിടെ പറഞ്ഞു വരച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന PtCl6 2-. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നതെങ്കിൽ നമ്മൾ Ptൻ്റെതാണ് കാണുന്നത്. PT = പ്ലസ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, -1 ആണ്. അത് 6 ക്ലോറിൻസ് ഉണ്ട്. അപ്പോൾ 6 - 1, 6 × -1 = ഇതിൻ്റെ ചാർജ് വരുന്നത് -2 ആണ്. ഈ ഒരു എൻ്റെ കോംപ്ലക്സിൻ്റെ -2 കിട്ടും. ഇനിയിപ്പം PTനെ നമുക്ക് X ആയിട്ട് ഡിനോട്ട് ചെയ്യാം. X പ്ലസ് -6 എന്താണ്, 6 × -1 -6 ആണ് വിത്ത് = -2 വരും. ഇനിയിപ്പോൾ X ഈ ഒരു -6 നമ്മുടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോയാൽ +6 ആവും. അപ്പോൾ -2 + 6 ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? അപ്പം ദാറ്റ് ഈസ് = വ്യത്യസ്ത ചിഹ്നങ്ങളാകുമ്പോൾ അതിന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് ഏറ്റവും വലുതായിട്ടുള്ള വാല്യൂവിൻ്റെ സൈൻ ഇടുക എന്നുള്ളതാണ്. ഇതിന്ന് 6ന്ന് 2 കുറച്ച് 4 വരും. ആൻഡ് വലുത് വരുന്നത് 6 ആണ്, അതിൻ്റെ സൈന് +4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +4 ആണെന്ന് കിട്ടി. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇനിയും നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് വേർണേഴ്സ് തിയറീനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. വേർണേഴ്സ് തിയറി സിംപ്ലി നിങ്ങൾക്ക് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെർണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അതായത് നാച്ചർ ഓഫ് ബോണ്ടിങ് ഇൻ കോംപ്ലക്സസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു തിയറി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് 2 ടൈപ്പ് ഓഫ് വാലൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൈമറി വാലൻസും ഉണ്ട്, സെക്കൻഡറി വാലൻസും ഉണ്ട്. പ്രൈമറി വാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണൈസബിൾ വാലൻസ് എന്നാണ് അർത്ഥം വരുന്നത്. അത് നെഗറ്റീവ് അയോൺസിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇത് എന്താണ്, ഈ ഒരു പ്രൈമറി വാലൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റലിനാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി വാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ അയണൈസബിൾ വാലൻസ് ആണ്. ഇത് നെഗറ്റീവ് ഓർ ന്യൂട്രൽ ഗ്രൂപ്പ്സിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി മെറ്റൽ അയോൺസിൻ്റെ കോർഡിനേഷൻ നമ്പറിന് ഈക്വലാണ് എന്താണ് നമ്മുടെ പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു
പ്രൈമറി അല്ല, സെക്കൻഡറി വാലൻസ്. ഈ ഒരു സെക്കൻഡറി വാലൻസ് ഉണ്ടല്ലോ ഒരു ഡെഫിനിറ്റ് ജോമെട്രി ആ ഒരു മോളിക്യൂൾസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഫൈനൽ സ്ട്രക്ചർ കൊടുക്കുന്നത് സെക്കൻഡറി വാലൻസ് ആണ്. എല്ലാ മെറ്റൽസിലും ഈ ഒരു ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാറുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയൊരു കാര്യമാണ് വേർനേഴ്സ് കോർഡിനേഷൻ തിയറി കൊണ്ട് പറയുന്നത്. മെയിനായിട്ട് നമുക്കിനി നോക്കാനുള്ളത് നോമൻക്ലേച്ചറാണ്. എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് നെയിമിങ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് നമുക്കറിയാം നെയിമിങ്ങിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇവിടുന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓരോ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുന്നതാണെങ്കിൽ ഇവിടെയുള്ള ഒരു എക്സാമ്പിൾ നോക്കൂ. CO NH3 6Cl2. ഇതിൽ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താണ്? 6 ആണ് വരുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ ഇൻസൈഡ് കോംപ്ലക്സ് അയോൺസ് ആണ് വരുന്നത്. ഇനിയിപ്പം ഇതിലാണല്ലോ കാറ്റയോൺ ആൻഡ് ആനയോൺ പാർട്ട് നമ്മളാണ് കാണണം. ഇതാണ് കാറ്റയോൺ പാർട്ട്, അതായത് പോസിറ്റീവ് സൈഡ് വരുന്നത്. ദിസ് ഈസ് ദ നെഗറ്റീവ് സൈഡ് ഓർ ആനയോൺ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഇതാണ്, കോബാൾട്ട് ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇനിയിപ്പം അതിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് CO പ്ലസ് ഇവിടെ NH3 6 ഉണ്ട് അല്ലേ, അമോണിയം 6 എണ്ണം ഉണ്ട്. 6 ഇൻറ്റു NH3ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. സോ ഹെൻസ് ഇറ്റ് ഈസ് 0 പ്ലസ് നമുക്ക് എന്താണ് 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. 2 ഇൻറ്റു ക്ലോറിൻ്റെത് വരുന്നത് -1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനിയിപ്പം CO പ്ലസ് 6 ഇവിടെ 0 ആയിട്ട് മാറും. അത് 0 ആൻഡ് 2 -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -2. CO ഈസ് ഈക്വൽ ടു -2 ഈക്വൽ ടു 0. ഇതിന് നെറ്റ് ചാർജ് 0 ആയിരിക്കും കേട്ടോ. ഇനി അപ്പം നമുക്ക് എന്താണ് CO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -2 ബ്രാക്കറ്റിന് ഈക്വൽ ടുവിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ +2 ആയിട്ട് മാറും അല്ലേ. അപ്പം ഇതിൻ്റെ ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെത് ഒന്നും കൂടെ നമുക്ക് എഴുതാം. CO NH3 6Cl2. ഇതിൽ പോസിറ്റീവ് ഭാഗം ഇത് വരുന്നത് ആൻഡ് നെഗറ്റീവ് ഭാഗം ഇത് വരുന്നത്. ഇതിലുണ്ടല്ലോ നമ്മുടെ CO എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട് എന്താണ്? 2 ആണല്ലേ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നെയിമിങ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ. ഇതിൽ ആദ്യം കാറ്റയോൺ പാർട്ട്, ഈ ഒരു പോസിറ്റീവ് ഭാഗമാണ് നമ്മൾ അതിൽ നെയിമിങ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ആനയോൺ പാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ ഉണ്ടല്ലോ 6 വെച്ചിട്ടാണ്. 6നെ നമ്മൾ ഹെക്സ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നെയിം എന്താ വരുന്നത്? ഹെക്സ ഏത് ലിഗാൻഡുമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്? NH3നെ നമ്മൾ പൊതുവെ നമ്മൾ ഈ ഒരു ലിഗാൻസിനെ നെയിം ചെയ്യുമ്പം O എന്ന് അതിൻ്റെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പം ക്ലോറിന് ആണെങ്കിൽ ക്ലോറോ, ഇനിയിപ്പോൾ ബ്രോമിനൊക്കെ ആണെങ്കിൽ ബ്രോമോ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എക്സെപ്ഷൻ കേസ് വരുന്നത് ഈ ഒരു അമോണിയൻ്റെയും വാട്ടറിൻ്റെ എല്ലാം കേസിലാണ്. അമോണിയ ആണെങ്കിൽ അമീൻ എന്നാണ് വരുന്നത്, വാട്ടറിൻ്റെ കേസിൽ വരുന്ന അക്വ എന്നാണ്. ഇതിൻ്റെ ഒരു എൻ്റയർ ടേബിൾ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയി തരുമ്പോൾ അതിലുണ്ടാവും. അത് വായിച്ചിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസ് ഓരോന്നും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ 6 നമ്മൾ എഴുതാം. ഇത് കോംപ്ലക്സ് അയോൺ പോസിറ്റീവ് ഭാഗം കാറ്റയോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നെയിമിങ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ലിഗാൻസിനെ അതിൽ 6 എന്തുകൊണ്ടാണ് ഏത് ലിഗാൻഡുമായിട്ടാണ് നമ്മൾ ബോണ്ട് ചെയ്തിരിക്കുന്നത്? NH3, അതായത് അമീൻ എന്നാണ് ഇതിനെ ഇപ്പം നമ്മൾ പറയുന്നത്. അമോണിയ എന്നല്ല, അമീൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ഏത് മെറ്റൽ ആറ്റത്തിന് ആണ്? ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊബോൾട്ടാണ്. കൊബോൾട്ടിന് അതേപോലെ തന്നെ കൊബാൾട്ട് എന്ന് എഴുതാം. ഇതിന് വലിയ മാറ്റങ്ങൾ വരുന്നില്ല, ആ ഒരു ആറ്റത്തിൻ്റെ തന്നെയാണ് വരുന്നത്. കോംപ്ലക്സ് ഈതർ കാറ്റയോൺ ഓർ ഇസ് ന്യൂട്രൽ, നോ ചേഞ്ച് ഇൻ സെൻട്രൽ മെറ്റൽ അയോൺ.
ഹെൻസ് നെക്സ്റ്റ് പിന്നെ നമ്മൾ എഴുതുന്നത് എന്താണെന്നറിയോ, നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോമൻ ന്യൂമറൽസിലാണ് എഴുതുന്നത് 2 എഴുതി. ഇനി അവസാനമായിട്ട് നമുക്ക് എന്താ ഇവിടെ ഉള്ളത്, ക്ലോറിൻ ആണല്ലേ ഉള്ളത്. അപ്പോൾ ക്ലോറിൻ എന്നല്ല എഴുതുന്നത്, നമ്മളത് ക്ലോറൈഡ് എന്നാണ് അതിനെ നെയിം ചെയ്യേണ്ടത്, ക്ലോറൈഡ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് അയണിൻ്റെ പേര് നെയിം വരുന്നത് എന്താ, ഹെക്സാ അമീൻ കൊബാൾട്ട് 2 ക്ലോറൈഡ് അല്ലെങ്കിൽ ഡൈക്ലോറൈഡ് എന്നാണ് കേട്ടോ. ഡൈ, ടെട്ര അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ നെയിമിങ് ചെയ്യാറുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾസ് 2-3 എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നത് മനസ്സിലാവും. ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് നോക്കുന്നതാണെങ്കിൽ CONH3 5Cl2 ഇതിലുണ്ടല്ലോ. ഇതിൻ്റെ കൊബാൾട്ടിൻ്റെ നമ്മൾ ഫസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഒരു എൻ്റയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ. അപ്പം CO വെച്ചിട്ട് COന് മാത്രമാണ് നമ്മൾ എന്താണ് വാല്യൂസ് ഇല്ലാത്തത്, ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. നോർമലി അതിൻ്റെ വരുന്നത് +3 ആണ് കേട്ടോ, CO3+ ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെയിമിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ പാർട്ട് ഏതാണ് ചെയ്യേണ്ടത്, കാറ്റിയോൺ പാർട്ട്, അതായത് പോസിറ്റീവ് സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. പോസിറ്റീവ് സൈഡ് ഇവിടെയാണ് വരുന്നത്, ഇനി നെഗറ്റീവ് സൈഡ് ഇവിടെ വരുന്നത്. അപ്പോൾ കാറ്റിയോൺ പാർട്ട് ചെയ്യുമ്പം അതിൽ തന്നെ നമ്മൾ എന്താണ് ഈ ഒരു കോർഡിനേഷൻ നമ്പറിൻ്റെ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്, പെൻറ്റ എന്നാണ് നമ്മൾ വിളിക്കുക അതിനെ. ഇനി അത് എന്തുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുക, ഏത് ലിഗാൻഡുമായിട്ടാണ്, NH3 നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമീനുമായിട്ടാണ് അത് വരുന്നത്, ബോണ്ടിങ്ങിൽ വരുന്നത്. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് തന്നെ. അപ്പോൾ അവിടെ കൊബാൾട്ട് എന്ന് പറയും. ഇനി എത്രയാണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 3 ആണ്. 3 റോമൻ ന്യൂമറൽസിലാണ് എഴുതേണ്ടത്, 3. ഇനി ലാസ്റ്റ് വരുന്നത് ക്ലോറിൻ അല്ലേ. അപ്പം ക്ലോറൈഡ് തന്നെ നമ്മൾ വീണ്ടും അതിനെ നെയിമിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുന്നതാണെങ്കിൽ COH2O 6Br3. ഓക്കെ. ഇനി ഇവിടെ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്നത് ട്രൈ ചെയ്ത് നോക്കണം. CO തന്നെ നേരത്തെ വന്ന അതേ ഇതിൽ തന്നെയാണുള്ളത്, ഈ ഒരു എൻ്റയർ കോംപ്ലക്സ് ഇത്. അപ്പം +3 തന്നെയാണ് ഇവിടെയും വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എല്ലാവരും ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നെ നമുക്കിത് നെയിമിങ് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് എന്താണ് ഇവിടെ 6 വരുന്നത്, ഹെക്സ. അതും കാറ്റിയോൺ പാർട്ട് തന്നെയാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇത് പോസിറ്റീവ് കാറ്റിയോൺ പാർട്ടാണ് ആദ്യം ഫൈൻഡ് ചെയ്യുന്നത്, പിന്നെ നെഗറ്റീവ് പാർട്ട്. ഓക്കെ. ഹെക്സ എന്തുമായിട്ടാണ്, ഏത് ലിഗാൻഡുമായിട്ട് വരുന്നത്, ഇവിടെ H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വ എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്, അക്വ ആണ് വരുത്ത്. ആൻഡ് ദി സെൻട്രൽ മെറ്റൽ കൊബാൾട്ട്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരുന്നത്, +3. അപ്പം റോമൻ ന്യൂമറൽസിൽ എഴുതുമ്പം 3. ഇനി അവസാനമായിട്ട് നമുക്ക് വരുന്ന ആനയോൺ പാർട്ടാണ് അവസാനം നെയിം ചെയ്യുന്നത്. അതെന്താണ്, ബ്രോമിനാണ്. അപ്പം ബ്രോമിനെ നമ്മൾ ബ്രോമൈഡ് എന്നാണ് കേട്ടോ നെയിം ചെയ്യൽ, ബ്രോമൈഡ്. ഓക്കെ. അപ്പം ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇനി ഇതിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സാമ്പിളും കൂടെ. നമ്മളിപ്പോൾ ആനയോണും കോംപ്ലക്സ് പാർട്ടാണല്ലോ, കോംപ്ലക്സ് അയോൺസിനെ കാറ്റിയോൺ പാർട്ടായിട്ടാണ് ഇതുവരെ കണ്ടത്. ഇനിയിപ്പം നാലാമത്തെ എക്സാമ്പിളിൽ അത് ആനയോൺ പാർട്ടായിട്ട് വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് K3FeCN6. ഇവിടെ ഇതാണ് കേട്ടോ നമ്മുടെ നെഗറ്റീവ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ നെഗറ്റീവ് പാർട്ടായിട്ടുള്ള ആനയോൺ പാർട്ട് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദി പോസിറ്റീവ് പാർട്ട്. ഇതിപ്പോൾ എന്താണ് നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നോക്കേണ്ടത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെത് നിങ്ങൾ നോക്കി നോക്കാം, നമ്മൾ നോർമലി ചെയ്യുന്ന ആ രീതിയിൽ തന്നെ. ഇതിൽ കേണ്ടത് നമുക്ക് അറിയാം, കേണ്ടത് നോർമലി എന്താണ് വരുന്നത്,
1 ആണ്. എഫ് ഇ ആണ് അറിയാത്തത്, അത് വെച്ചിട്ട് ചെയ്യണം. എഫ് ഈസ് ഈക്വൽ ടു പ്ലസ് 3 ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ്റർ കോമ്പൗണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 6 ആണ് കാണിക്കുന്നത്. അപ്പം ഹെക്സ കോർഡിനേഷൻ നമ്പേഴ്സാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് പാർട്ടിൽ എന്താ വരുന്നത്, പൊട്ടാഷ്യം ആണ്. അത് കഴിഞ്ഞിട്ടാണ് ആനിയോൺ പാർട്ട് നമ്മൾ ചെയ്യേണ്ടത്. പൊട്ടാഷ്യം സോറി ഇവിടെ നമ്മളുണ്ടല്ലോ 6. ഫസ്റ്റ് നമ്മൾ കാറ്റയോൺ പാർട്ടാണല്ലോ ചെയ്യുന്നത്, അതിൽ പൊട്ടാഷ്യം വരുന്നത്. പൊട്ടാഷ്യം പിന്നെ അതിൻ്റെ ആനിയോൺ പാർട്ടാണ് വരുന്നത്. അതിൽ 6 മീൻ ചെയ്യുന്ന ഹെക്സ. അതിൻ്റെ ലിഗാൻഡ് എന്താണ്, CN എന്ന് വെച്ച് കഴിഞ്ഞാൽ സയനോ ആണ് കേട്ടോ, സയനൈഡ് ആണല്ലോ. അപ്പോൾ സയനോ ഓന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ക്ലോറോ ഫ്ലൂറോ അങ്ങനെയാണ് ലിഗാൻസിനെ ചെയ്യുന്ന എക്സെപ്ഷൻ കേസാണ് അക്വായും അമീനും വരുന്നത്. അപ്പോൾ ഇവിടെ സയനൈഡ് സയനോ എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ലാസ്റ്റ് ഫെറൈറ്റ് 8 എന്ന് നമ്മൾ ലാസ്റ്റ് ഇതിന് മീൻ ചെയ്യണം കേട്ടോ. ഫെറൈറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. ഇത് റോമൻ ന്യൂമറൽസിൽ 3 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമലി നോമൻക്ലേച്ചർ നടത്തേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് വാലൻസ് ബാൻഡ് തിയറീനെ കുറിച്ചിട്ട് പറയാം. വാലൻസ് ബാൻഡ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. വാലൻസ് ബാൻഡ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബോണ്ടിങ്ങിൻ്റെ നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാലൻസ് ബാൻഡ് തിയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വാലൻസ് ബാൻഡ് തിയറി ഉണ്ടല്ലോ, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് COF6 എന്ന്. ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഫസ്റ്റ്. ഈ ഒരു വാലൻസ് ബാൻഡ് തിയറിയിൽ നിങ്ങൾ ട്രിക്ക് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. പിന്നെ നോക്കേണ്ടത് ഇത് വീക്കർ ഫീൽഡാണോ സ്ട്രോങ്ങർ ഫീൽഡാണോ എന്നാണ്. ഫസ്റ്റ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുന്നതാണെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ഒന്ന് ഇതിൽ പറഞ്ഞുതരാം. CO ഈ ഒരു കോംപ്ലക്സിൻ്റെ CO+6F ഇത് ബിയർ ചെയ്യുന്ന ചാർജ് എത്രയാണ്, -3 ആണ്. -3. ഓക്കെ, ഇനിയിപ്പം 6F ഫ്ലൂറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആണ് വരുന്നത്. CO+6 × -1 = -3. CO - 6 = -3. CO അപ്പോൾ എത്ര വരുന്നത്, 3 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, COൻ്റെത് +3 ആണ് ചാർജ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ച് വെക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊബാൾട്ടിൻ്റെ ഇതിൻ്റെ സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കാം. അപ്പം അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ഇലക്ട്രോണിക് വിന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s2 3d7 എന്നാണ് പറയുന്നത്. അപ്പം ഇതിലുണ്ടല്ലോ ഈ ഒരു എൻ്റയർ പാർട്ട് ആർഗൺ ആണ് അല്ലേ. ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ചെറുതായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം, CO = ആർഗൺ 4s2 3d7 എന്ന് എഴുതാം. ഇതിലുണ്ടല്ലോ ഇനിയിപ്പം ഇതിൽ കുറച്ചും കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3d കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഷെൽ ഏതാണ്, 4p0 4d ആണ്. അതിലേക്കൊന്നും ഇലക്ട്രോൺസ് ഇല്ല, പക്ഷേ ഇത് നമുക്ക് ആവശ്യമാണ്. ഇനി നിങ്ങൾ നോക്കും, കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +3 ആണ്. അപ്പം നമ്മളിത് ഇതിൻ്റെ അകത്തുനിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ലാസ്റ്റ് ഷെല്ലെന്നാണ്, ലാസ്റ്റ് ഇലക്ട്രോൺസ് ആണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് 4s2 2 ഇലക്ട്രോൺസ് പോയി. ഓക്കെ, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 0 ആയി. എൻ്റെ 3d ഒറ്റൊരു ഇലക്ട്രോൺസും കൂടെ പോയാൽ മതി അല്ലേ. ദാറ്റ് ഈസ് 4s0 3d6 ആയിക്കഴിഞ്ഞാൽ ആ ഒരു
ഇലക്ട്രോൺസിനെ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആർഗൺ. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വാലൻസ് ബാൻഡ് തിയറി വെച്ചിട്ട് നോക്കുന്നതാണെങ്കിൽ ഇവിടെ നമുക്കിതിൽ ഈ എൻ്റർ പാർട്ട് നമുക്ക് കൊടുക്കാം. 3Dയിൽ എത്ര 5 ടോട്ടൽ 10 ഇലക്ട്രോൺസ് അല്ലേ വരുന്നത്, അപ്പം 5 ഭാഗങ്ങളുണ്ടാവും. അപ്പം 3Dയിൽ ഇപ്പോൾ എത്രയാണ് വരുന്നത്, 3D 6 ആണല്ലേ വരുന്നത്. അപ്പം നമ്മൾ 3D 6 എങ്ങനെ ചെയ്തു, 1 ഇലക്ട്രോണ് 2 3 4 5 6 ഉണ്ടല്ലോ, അപ്പം 3D 6. ഇനി നമ്മൾ പിന്നെ ഉള്ളത് 4s ആണല്ലേ, 4s എഴുതി, അതിൽ ഇലക്ട്രോൺസ് ഇല്ല. പിന്നെ വരുന്നത് 4p ആണ് വരുന്നത്. പിയിൽ എത്രയാണ് 6 ടോട്ടൽ വരുന്നത്. ഷെൽസ് എത്ര മതി, 3 മതി അല്ലേ, പിയിലും ഇല്ല. ഇനിയിപ്പം ഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 5 വരും, 4D വരും. നമുക്ക് ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ആകെ നമുക്ക് 3D 6ൽ മാത്രമേ എന്താണ് ഇലക്ട്രോൺസ് ഉള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടാവുമോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വീക്ക് ആണോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതെന്താണ്, ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ സ്ട്രോങ് ഫീൽഡ്. നമ്മുടെ കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ CO(F6) 3- ആണ്. വീക്ക് ഓർ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ വീക്ക് ഫീൽഡ് അയോൺസിന് ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ വീക്ക് ഫീൽഡ് ആയിരിക്കും കേട്ടോ. സ്ട്രോങ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയനൈഡ് CN- NH3 ഒക്കെ സ്ട്രോങ് ഫീൽഡിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കൊബാൾട്ടുമായിട്ട് എന്താണ് ബോണ്ടിങ്ങിൽ എഴുതപ്പെട്ട ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഫീൽഡാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആറ്റംസിന് ഈച്ച് ലിഗാൻഡ് ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്വയർ ചെയ്യുന്ന CO3+ അയോൺസിന് അത് empty അറ്റോമിക് ഓർബിറ്റൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ മെറ്റൽ ആറ്റമുമായിട്ട് അത് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സബ്ഷെൽ അവർക്ക് നീഡായിട്ട് വേണം, കുറച്ചും കൂടെ എണ്ണം വേണം. അപ്പോൾ ഇതെന്താക്കുന്ന അറിയോ, ഇത് ഇനിയിപ്പം ഇവിടുന്ന് 6 ഇലക്ട്രോൺസിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരും. ദാറ്റ് ഈസ് കഴിഞ്ഞാൽ 6 ഇലക്ട്രോൺസിനെയും കൂടെ നീഡാണ് അല്ലേ. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു ഇവിടെ നിങ്ങൾ നോക്കൂ, F6 ആണ് വരുന്നത്. F6 ഫ്ലൂറിന് 6 ആണ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ നീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ എൻ്റർ ഫോറസ് ഒന്ന് എടുക്കും. പിന്നെ ഇവിടെ 3 ഉണ്ട്, അത് +2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് 6 ഇലക്ട്രോൺസിനെയും കൂടെ ഒക്കർ ചെയ്യാനുള്ള ഓർബിറ്റൽസ് കിട്ടും. അപ്പോൾ ഫോറസ് എന്ന് എടുത്തതിനെ കൊണ്ട് തന്നെ S ഓർബിറ്റലിനാണ് 1 എടുത്തത്. ഇവിടെ P ഓർബിറ്റലിന് 3 ഇലക്ട്രോൺസിനെ, അവിടെ P ഷെൽസ് ആണല്ലോ, അത് 3 ആണുള്ളത് സബ് ഷെൽസ്. ഇനി ഡിന്ന് നമ്മൾ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് വരുന്നത്, sp3d² എന്നാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു വാലൻസ് ബോണ്ട് തിയറിയിൽ COF6 3- ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ നമ്മളെന്താ നോർമൽ ഈ ഒരു കോർഡിനേഷൻ ബോണ്ടിങ്ങിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാനാണ് നോക്കുന്ന വാലൻസ് ബോണ്ട് തിയറിയിലൂടെ. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d² ആണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ജോമെട്രി എന്ന് വരുന്നത് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഒരു സെൻട്രൽ COയും ഉണ്ടാവും, പിന്നെ 6 ഫ്ലൂറിൻ ആറ്റംസും ഉണ്ടാവും ഒക്ടാഹെഡ്രൽ F എന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഒരു എൻ്റെ ജോമെട്രി വരുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ഫർദർ എക്സാമ്പിളും കൂടെ ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് CONH3 നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് വരുന്നത്. അതിലെങ്ങനെയാണ് വരുന്നത്, ഇവിടെ നമുക്ക് നോക്കേണ്ടത് നേരത്തെ ചെയ്ത എല്ലാ പ്രൊസീജിയറും തന്നെ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാം സെയിം വരുന്നുണ്ട്. ഇനിയിപ്പം ഇതിലുണ്ടല്ലോ
നമുക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ നിങ്ങൾ NH3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണെന്ന് പറയാൻ കാരണം ഇവിടെ ഫ്ലൂറിൻ മാറിയിട്ട് അമോണിയ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ബാക്കിയുള്ള പ്രൊസീജിയർ മാത്രം നമ്മൾ അതെങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യസിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. നേരത്തെ ഫ്ലൂറിനും ക്ലോറിനും വീക്ക് ഫീൽഡ് ലിഗാൻസിന് ഉദാഹരണങ്ങളാണ്. വീക്ക് ഫീൽഡാണ് ആൻഡ് NH3 എന്ന് വെച്ചാൽ സ്ട്രോങ് ഫീൽഡ് ആയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വരുന്നത് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറാണ്. അതായത് ഫുള്ളായിട്ടില്ലല്ലോ 3D സബ്ഷെല്ലിൽ അൺപെയർഡ് ഫുൾ പെയറായിട്ടല്ല അൺപെയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്ട്രോങ് ഫീൽഡിന് ഉദാഹരണമാണ്. അപ്പം നമുക്കത് വെച്ചിട്ട് വരച്ച് നോക്കാം. 3D സബ്ഷെല്ലിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 3 4 5 6 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നല്ലേ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പെയർ ചെയ്യാനാണ് നോക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഈ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് പെയറപ്പ് ചെയ്യാൻ നോക്കും. ദാറ്റ് ഈസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെയുള്ള 2 പെയേഴ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി ഈ 2 പെയേഴ്സും കൂടെ ചെയ്യും. ഇനി നെക്സ്റ്റ് പെയറപ്പ് ചെയ്യും. അപ്പം 3D6 പെയർ ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നോർമലി ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ 4s ഉണ്ട് നമുക്ക് ഇലക്ട്രോൺസിൻ്റെത് ആൻഡ് ഓൾവേസ് 4p ഉണ്ട് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ആവശ്യം വരില്ല, 4Dൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് 6 ഇലക്ട്രോൺ 6 NH3 6 അമോണിയ ആണ് വരുന്നത്. അതിൻ്റെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ഭാഗം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇതിൽ ഈ ഒരു 3D6 തന്നെ ഒരു സ്റ്റേറ്റ് ഒരു ഷെല്ല് അവിടെ വേക്കൻ്റ് ആണ്. ആൻഡ് 4sലേക്ക് നമ്മൾ എടുക്കും. പിന്നെ എന്താണ് 1 2 3 4 5 വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോർട്ടും കൂടെ വേണം കേട്ടോ. എന്തായിരിക്കും 3Dയിൽ വരുന്നുണ്ട്. 3Dയിൽ വരുന്നതിനെ കൊണ്ട് D² ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. Sൽ 1 വരുന്നത്. ഇനി Pയിലുള്ളതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3 ഷെല്ല് നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ D² sp³ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പെയറപ്പ് ചെയ്യുന്നതാണല്ലോ ഇലക്ട്രോൺസിനെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേച്ചർ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആയിരിക്കും ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യുന്നതിനെ കൊണ്ട്. പിന്നെ ജോമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നേരത്തെ പറഞ്ഞ ജോമെട്രി തന്നെ ആയിരിക്കും, ഒക്ടഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. ഇവിടെ അമോണിയ ആണല്ലേ എ പെയർ ഓഫ് ഇലക്ട്രോണിനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് വാലൻസ് ബാൻഡ് തിയറി കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിനെ കുറിച്ചിട്ടാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ബ്രേക്കിംഗ് ഓഫ് ഡീജനറേസീസ് ഓഫ് ഇലക്ട്രോൺസ് ഓർബിറ്റൽ സ്റ്റേറ്റ്. അപ്പോൾ യൂഷ്വലി D ഓർബിറ്റൽസിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത് ഡ്യൂ ടു എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സറൗണ്ടിങ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. നോർമലി ഒക്ട്രാഹെഡ്രൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്നത് കേട്ടോ. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്, ഇപ്പം ഒരു നമുക്ക് D ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, D ഓർബിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ DXY ആൻഡ് ദിസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ DYZ ആയിരിക്കും. ആൻഡ് ദിസ് വൺ എന്ന് വെച്ചാൽ DZX ആൻഡ് ദിസ് ഈസ് DX² മൈനസ് y². ആൻഡ് ദിസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് DZ² ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ച് ഒരു മെറ്റൽ ആറ്റം D ഓർബിറ്റൽസിനെ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു D ഓർബിറ്റൽസ് ആണ് ഞാൻ ഇപ്പം കൊടുത്തിരിക്കുന്ന DXY, DYZ, DZXും DX² മൈനസ് y² ആൻഡ് DZ² എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പം ഈ ഒരു വാലൻസ് തിയറി പ്രകാരം these 5 orbitals which are present in metal atoms called degenerative d orbitals of metal atom. അതായത് ഇത് ഡീജനറേറ്റീവ് ഓർബിറ്റൽസ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഡീജനറേറ്റീവ് ഓർബിറ്റൽസിനെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ഡീജനറേറ്റീവ് ഓർബിറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5 ഓർബിറ്റൽസിനും സെയിം എനർജി ആയിരിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് എവിടത്തേക്ക് വേണമെങ്കിലും ഇതിൽ ഏത് ഷെല്ലിലേക്ക് വേണമെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ കോമൺ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും, ഇവിടെ നമുക്കുള്ളത് y x ആക്സിസ് z y ആക്സിസ് ആൻഡ് ദിസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ z x ആക്സിസ്. ഓക്കെ, ഇതിൽ നമുക്ക് ഉണ്ടല്ലോ ലോബ്സ് ബിറ്റ്വീൻ ദ ലോബ്സ്, ഇവിടെ എക്സിനും വൈനും ബിറ്റ്വീൻ ആയിട്ടാണ് ഇതിൻ്റെ ലോബ്സ്, സ്ട്രക്ചറൽ ലോബ്സ് ഉണ്ടാവുന്നത്. ഇതിന് വൈക്കും സെഡിനും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ലോബ്സ് ഉണ്ടാവുന്നത്. ഇനി ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് പറയുന്ന ഡി എക്സ് വൈനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് ഡി വൈ സെഡിന് എക്സാമ്പിളിന് ഉദാഹരണമായിട്ടുള്ള ഈ സ്ട്രക്ചറാണ്. ആൻഡ് ദിസ് ഈസ് ദ ഡി സെഡ് എക്സ്. ഇപ്പോൾ ലോബ്സ് ബിറ്റ്വീൻ ദി എക്സ് ആൻഡ് സെഡ്. ഇതിനെ നമ്മൾ നോർമലി നെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T2G ഓർബിറ്റൽസ് എന്നാണ് കേട്ടോ. T2G ഓർബിറ്റൽസ്. ഓക്കെ, ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ. നെക്സ്റ്റ് വരുന്ന ഓർബിറ്റൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് dx² y². അത് അലോങ് ദി ആക്സിസ് ആയിരിക്കും. എന്താണ് അലോങ് ദി? ദാറ്റ് ഈസ് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ dx² y² സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതിൻ്റെ എന്താണ് dz² എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അതും അലോങ് ദി z ആക്സിസ് ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് dz². അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടിയിട്ട് നമ്മൾ നെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ EG ഓർബിറ്റൽസ് എന്നാണ് കേട്ടോ. EG ഓർബിറ്റൽസ് എന്ന്. ഇനി നമ്മൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു കോംപ്ലക്സിന് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ CO3- അല്ലേ? ഇവിടെ മെറ്റൽ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ ഡി ഓർബിറ്റൽസ്. ദ ലിഗാൻസ് ദാറ്റ് ഇസ് ഫ്ലൂറൈഡ്. ഇവിടെ വരുന്ന ലിഗാൻസ് എന്താണ്? ഫ്ലൂറൈഡ്. അത് അപ്രോച്ച് ദ മെറ്റൽ ടു ഫോം എ കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ഒരു മെറ്റൽ ആറ്റവും ഇലക്ട്രോൺസിനെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെറ്റൽ ആറ്റം വരുന്നത്. അത് ഇലക്ട്രോൺസിനെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു ലിഗാൻഡ് ആയിട്ടുള്ള FU എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് ഓൾവേസ് കൺസിസ്റ്റ് ഓഫ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഈ ഒരു ലിഗാൻസ് ഉണ്ടല്ലോ മെറ്റൽ ആറ്റത്തിന്, നമുക്കിവിടെ നേരത്തെ ഡി ഓർബിറ്റൽസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഡി ഓർബിറ്റൽ. ഇതാണ് നമ്മൾ ഡി ഓർബിറ്റൽ. ഇനി ഈ ഫ്ലൂറൈഡ് ഉണ്ടാവല്ലോ, ഈ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഡി ഓർബിറ്റൽസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റൽ ആറ്റം ദർ വിൽ ബി എ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ലിഗാൻഡ്. ഈ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എന്താണ് ഒരു റിപ്പൾഷൻ ഉണ്ടാവും. ഈ ഒരു റിപ്പൾഷൻ മൂലം ഈ ഒരു ഡി ഓർബിറ്റൽസിന് അതിൻ്റെ ഡീജനറൻസി അത് ലോസ് ചെയ്യും. അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡീജനറേറ്റീവ് ആണ് നമ്മുടെ ഡി ഓർബിറ്റൽസ് വരുന്നത്. ഇത് നോൺ ഡീജനറേറ്റീവ് ആയിരിക്കും കേട്ടോ. നോൺ ഡീജനറേറ്റീവ്. ദാറ്റ് ഈസ് ഡി ഓർബിറ്റൽസ് ആവറേജ് എനർജി ഓഫ് ദി ഡി ഓർബിറ്റൽസ് ഇൻ എ സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇതിനെ നമ്മൾ ഉണ്ടല്ലോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒക്ടാഹെഡ്രൽ സ്പേസിൽ നമ്മൾ നോക്കുന്നതാണെങ്കിൽ, ഒക്ടാഹെഡ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6. ആ ഒരു ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ അത് അലോങ് ദി ആക്സിസ് ആയിരിക്കും നമുക്ക് എന്താണ് സ്ട്രക്ചർ കാണിച്ചിരുന്നത്. അലോങ് ദ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടു അലോങ് ദ ആക്സിസ് എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് T2G ഓർബിറ്റൽ ആണല്ലോ അലോങ് ദ ആക്സിസ്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. മാറിപ്പോയതാണ്, സോറി കേട്ടോ. ദാറ്റ് ഈസ് ഇത് ബിറ്റ്വീൻതാണ് T2G വരുന്നത്. അലോങ് ദ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ EG ആണ് അലോങ് ദി ആക്സിസിന് അലോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ EG ആണ് ഒക്ടാഹെഡ്രൽ നമുക്ക് വരുന്നത്.
ദാറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ജി ഓർബിറ്റൽസ്. അപ്പോൾ നമ്മൾ എന്താക്കുന്ന അറിയോ, ഒക്ടാഹെഡ്രലിനെ ഇതിനെ രണ്ടായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ ഇ ജിയും ആയിരിക്കും, ഇവിടെ T2G ആയിരിക്കും വരുന്നത്. ഇവിടെ ഇ ജി ആൻഡ് T2G. T2Gയിൽ എന്തൊക്കെയാണുള്ളത്? DXY ഉണ്ട്, ആൻഡ് DYZ ആൻഡ് DZX. ഇവിടെ എന്ന് വെച്ചാൽ DX² - Y² ആൻഡ് DZ² ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഈ ഒരു ഇ ജി ഓർബിറ്റൽസ് അലോങ് ദി ആക്സിസ് ആയതിനെ കൊണ്ട് തന്നെ ഇവിടെ എന്താണ് കൂടുതലായിട്ടുള്ള റിപ്പൾഷന് ഉണ്ടാവുന്നുണ്ട് എനർജി ലെവൽസിൽ. അത് ഈ ഒരു എനർജി ലെവൽസ് അതുകൊണ്ടാണ് റേസ് ചെയ്യുന്നത്, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇവ തമ്മിലുള്ള ഈ ഒരു എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ്സ് ഓഫ് ദി എനർജി ലെവൽ ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ വെച്ചിട്ടാണ്. ഇത് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആയതുകൊണ്ട് ഒ എന്ന് നമ്മളിവിടെ കൊടുക്കും, ഡെൽറ്റ ഒ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇതിൽ നോക്കുന്ന വാല്യൂസ് ആണ്. ഇതിൻ്റെ വാല്യൂസ് നോക്കുന്നതാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഹെൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായത് ഇ ജി ആണ് അല്ലേ. ഇ ജി ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോർമലി നമുക്ക് 5 d ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ 5 എന്ന് എഴുതാം. ആൻഡ് ദിസ് എമംഗ് ദി T2G ഇറ്റ് ഇൻക്രീസ്ഡ്, ഹെൻസ് ഇറ്റ് ഈസ് ഈ ഒരു T2G വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇ ജി എന്ന് പറഞ്ഞത് ഇൻക്രീസ് ചെയ്താണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന +3 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ആൻഡ് ദി T2Gൻ്റെ കേസിലാണെങ്കിലോ അത് ലോ റിപ്പൾഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലോ റിപ്പൾഷൻ ഉള്ളത് കൊണ്ട് ടോട്ടൽ 5 d ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ എന്താണ് നെഗറ്റീവ് റിപ്പൾഷൻ ലോ അതിനെ കൊണ്ട് നെഗറ്റീവ് എമംഗ് ദി ഇ ജി ഓർബിറ്റൽസ്. അപ്പോൾ -2/5 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിലുണ്ടല്ലോ +3/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇ ജിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 0.6 Δ0 ആയിരിക്കും. ആൻഡ് ദി -2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ T2Gൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും 0.4 എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വാലൻസ് ബാൻഡ് തിയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാലൻസ് ബാൻഡ് തിയറിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ഒരു മെറ്റൽ ആറ്റത്തിനെ ലോൺ പെയർ ഓഫ് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീജനറൻസി നഷ്ടപ്പെട്ടിട്ട് അത് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ്, അത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നോർമലി ഈ ഒരു ബ്രേക്കിങ്ങിനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾ പഠിച്ചു. മെയിനായിട്ട് നോമൻക്ലേച്ചർ പഠിച്ചു, പിന്നെ വാലൻസ് ബാൻഡ് തിയറി എന്താണ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.